എൻ്റെ ആദ്യത്തെ ചോദ്യം സൂര്യോടാണ്. LLBക്ക് അല്ലേ പഠിക്കുന്നത് ഇപ്പോൾ? അപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ MLA പുത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്, ഇപ്പോൾ മന്ത്രി പുത്രിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ. എന്ത് ഡിഫറൻസാണ് തോന്നിക്കുന്നത് ജീവിത രീതിയിൽ? ജീവിത രീതിയിൽ ഒത്തിരി മാറ്റം വന്നു. കാരണം ഞങ്ങൾ കോഴിക്കോടായിരുന്നു, അച്ഛൻ MLA ആയിരുന്നപ്പോഴും ഞങ്ങൾ കോഴിക്കോടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് മാറി. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ കോഴിക്കോടാണ്, ഞാൻ പഠിച്ചതും കോഴിക്കോടാണ്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് മാറിയപ്പോൾ ആദ്യം ഭയങ്കര വിഷമമായിരുന്നു. പെട്ടെന്ന് കുറേ വേരുകളൊക്കെ പറിച്ചെടുത്ത പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെയൊന്നും തോന്നേണ്ട ആവശ്യമില്ല, കാരണം ഇവിടുത്തെ താമസം സ്ഥിരമല്ല, ഞങ്ങൾ എന്തായാലും തിരിച്ചു പോകും. എന്നാലും അതെനിക്കൊരു ഭയങ്കര വിഷമമായിട്ട് തോന്നി. പിന്നെ അച്ഛനൊരു മന്ത്രി ആയതോ MLA ആയതോ സത്യം പറഞ്ഞാൽ എനിക്കൊരു വിഷയമല്ലായിരുന്നു. അച്ഛൻ എപ്പോഴും തിരക്കുള്ള ഒരാളായിരുന്നു. അച്ഛനൊരു MLA ആണല്ലോ എന്ന് എനിക്ക് ആദ്യം തോന്നിയത് അച്ഛൻ MLA ആയതിനു ശേഷം വീട്ടിലേക്ക് വന്ന കോളുകളിൽ അതിന് മുമ്പൊക്കെ ബിനോയ് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്ന ആള് MLA ഉണ്ടോ എന്ന് ചോദിച്ചു തുടങ്ങിയപ്പോഴാണോ ഞാൻ വിചാരിച്ചോ ആള് മാറി, പഴയ ആളല്ല. പിന്നെ സുഹൃത്തുക്കള്, കൂടുതൽ ആൺകുട്ടികൾ എന്നെ കാണുന്ന രീതിയിലല്ല, അവരെന്നെ കളിയാക്കുന്ന രീതിയിൽ മാറ്റം വന്നു. MLA-യുടെ മോളായി, മന്ത്രിയുടെ മോളായി, അങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നതിൽ മാറ്റം. അച്ഛൻ മാറിയിട്ടുണ്ടോ? അച്ഛനൊട്ടും മാറിയിട്ടില്ല. അല്ലേ? നിങ്ങളുടെ ഏറ്റവും ഒരു അച്ഛൻ, ഇപ്പം നിങ്ങൾ എല്ലാവരും ഫാമിലി ഒത്തിരിക്കുമ്പോൾ ഒരു കോമൺ ഒരു കോൺവെർസേഷൻ ഉണ്ടാവുമല്ലോ, ഒരു മേശപ്പുറത്തോ അല്ലെങ്കിൽ ഒരുമിച്ചൊരു ഹോളിഡേക്ക് പോകുമ്പോഴോ, അങ്ങനെ ശരിക്കും ഒരു കോമൺ നിങ്ങൾക്ക് എല്ലാവർക്കും ജെല്ലാവുന്ന ഒരു കോൺവെർസേഷൻ എന്താ, ഒരു സബ്ജക്റ്റ്? അത്ഭുതകരം എന്നാണോ, എല്ലാവർക്കും എല്ലാ ടോപ്പിക്കും ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ എൻ്റെ കോളേജിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞാലും ഇപ്പൊ ആൺകുട്ടികളുടെ കാര്യം പറഞ്ഞാലും ഒക്കെ ഇവരെല്ലാരും താല്പര്യത്തോടെ കേൾക്കും. അതിപ്പോ അച്ഛൻ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംബന്ധമായ എന്തെങ്കിലും പറയുമ്പോൾ ഞങ്ങൾ കേൾക്കുന്ന അത് താല്പര്യത്തോടെ അച്ഛനും അമ്മയും എൻ്റെ ഈ കുറുമ്പുകൾക്കും ചെയ്തു തരാറുണ്ട്. മാഡത്തിന്റെ ജീവിതത്തിലെ രീതികൾ മാറിയിട്ടുണ്ടെന്ന് അറിയാം, ജോലിയും എല്ലാം കൂടെ, വളരെ ബിസി ആയിട്ടുള്ള ഒരു ഹസ്ബൻഡും. ഓക്കെ, എങ്ങനെയാണ് അത് കോപ്പ് അപ്പ് ചെയ്യുന്നത്? ഇപ്പോഴുള്ള വിഷമം മക്കളടുത്തില്ലല്ലോ, ഇപ്പൊ പിന്നെ അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിനെ പിന്നെ ഞാൻ ആദ്യം ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല, കൂടെ ഉണ്ടാവും എന്നുള്ളൊരു കണക്കാക്കലില്ലല്ലോ. ഭാഗ്യവാൻ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് അഡ്ജസ്റ്റഡ് ആയി. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീൻസിൽ ഭയങ്കര ഈ നോവലൊക്കെ വായിച്ചിട്ട് നമുക്കൊരു കുറേ സങ്കല്പമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊന്നും നടക്കാത്തപ്പോൾ പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്തേ പറ്റുമെന്ന് മനസ്സിലായി. റിയലൈസേഷൻ ഉണ്ടായപ്പോൾ ഞാൻ ഹാപ്പിയായി, കുഴപ്പമില്ല. പക്ഷെ അത് കല്യാണം കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ആ കാലങ്ങളിലൊക്കെ അങ്ങനെ കുറച്ചുകൂടി കൂടുതൽ സമയം ഇരിക്കാൻ പറ്റുമായിരുന്നുണ്ടാവണം. അന്നത്തെ കാലത്ത് ഇല്ല, അന്നും ഇതൊക്കെ പോലെ തന്നെയായിരുന്നു. അന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ കല്യാണം കഴിക്കാവുന്ന സമയത്ത് അന്ന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒന്നും പ്രശ്നമില്ല. പല ആൾക്കാരും കല്യാണത്തിന് മുന്നേ ഒന്നായിരിക്കും, കല്യാണം കഴിഞ്ഞാൽ മാറും എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആണുങ്ങൾ. അങ്ങനെ മാറിയിട്ടുണ്ടോ ബിനോയ് സാർ? ബിനോയുടെ നന്നാവുക ചെയ്തേ കുറച്ചുകൂടി. ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് നല്ലോണം അറിയുന്നവരാ, കുടുംബങ്ങൾ തമ്മിൽ അറിയാം, അച്ഛനമ്മമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, ഞങ്ങൾ തമ്മിൽ അങ്ങനെ പരസ്പരം അറിയാം. ഞങ്ങൾ 8 കൊല്ലം ഞങ്ങൾ പ്രേമിച്ച് കഴിഞ്ഞവരാണ്. പക്ഷെ ഞാനന്നൊരു നല്ല കാമുകനായിരുന്നില്ല, സിൻസിയർ കാമുകനായിരുന്നു. കവിതകളൊക്കെ അന്ന് എഴുതി വേറെ ഒരു നല്ല കവിത എഴുതി കൊടുത്തിട്ടുണ്ടോ? ഞാൻ നല്ല കവിത എഴുതിയിട്ടുണ്ട്, നല്ല കവിത എഴുതിയിട്ടുണ്ട്. നിന്റെ മിഴികളിൽ കൊളുത്തുന്ന നക്ഷത്ര തിളക്കം കണ്ട് എൻ്റെ തപ്തമാനസത്തിൽ അതിൻ്റെ പ്രതിച്ഛായകൾ ഏറ്റുവാങ്ങി ജന്മാന്തരങ്ങളോളം ഞാൻ നിനക്കായി കാത്തിരുന്നേനെ എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിക്കുന്നത്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് പോയം. അന്ന് നന്നായിരുന്നു കേട്ടോ, ശേഷം നല്ലതാ. ഞാൻ സിൻസിയറായിട്ടുള്ള കാമുകൻ തന്നെയായിരുന്നു. പക്ഷെ ഞാനൊരു ഒരു എന്താ പറയുക, കാമുകൻ എന്ന രീതിയിൽ കാമുകയ്ക്ക് കൊടുക്കേണ്ട ഒരു സമയം, കുറച്ചുകൂടെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ടച്ച്, അതൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ വിശ്വാസം, നമ്മൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാൾ വളരെ ചിട്ടപ്പടി പ്രേമിക്കാൻ, അത് നമ്മുടെ ഒരു അന്നത്തെ കാലത്തിൻ്റെ വിവരക്കേടാണ് ശരിക്കും പറഞ്ഞത്. ചിട്ടപ്പടിയെ പ്രേമിക്കാവുള്ളൂ. നമ്മൾ പിന്നെ കൊച്ചു വർത്തമാനം പറയാൻ നിൽക്കാൻ പാടില്ല, സില്ലിയായിട്ടുള്ളതൊന്നും സംസാരിക്കാൻ പാടില്ല, എപ്പോഴും വളരെ ഇതായിട്ട് നിൽക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതം പങ്കിടാൻ വരുന്ന ഒരു റവല്യൂഷണറി, അതല്ല ശരി, റവല്യൂഷണറി അത് ശരിയാണ്. ഇന്നാണ് ഞാൻ പ്രേമിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ കുറച്ചുകൂടെ നല്ലവണ്ണം പ്രേമിച്ചാൽ. സാധാരണ നിലയിൽ 2 പെൺകുട്ടികളാണ് ഞാൻ ചോദിക്കുന്നത്. 2 പെൺകുട്ടികളും ഒരേ സ്വഭാവക്കാരാവില്ല എനിക്ക് തോന്നുന്നത്. യു ഹാവ് മേ ബി രശ്മി ആൻഡ് സൂര്യ, ഇതിൽ കുറച്ചും കൂടിയും അച്ഛനോട് കൂടുതൽ സ്വഭാവം ഉള്ള ആളാരാ? അമ്മ പറയാറ് അച്ഛൻ്റെ ചീത്ത ശീലമൊക്കെ ചേച്ചിയെ കിട്ടിയിട്ടില്ല. ചേച്ചി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതിപ്പോൾ പറയാം. അവളെപ്പോഴും പറയും, അവളെന്തെങ്കിലും ഒരു ഇത് കാണിക്കുമ്പോൾ വഴക്ക് പറയുക ചെയ്യുമ്പോഴത്തേക്കും ഉടനെ അമ്മ പറയുക അത്ര അച്ഛൻ്റെ എല്ലാ ചീത്തശീലങ്ങളും. അതാണ് അവള് പറയണത്, അച്ഛനെ അടിക്കാനുള്ളൊരു വടിയാണ് അമ്മയ്ക്ക് മക്കൾ, അതുകൊണ്ടാണ് അമ്മയ്ക്ക് മക്കളെ കാണാതിരിക്കാൻ പറ്റാത്തത്. ഒരാൾ ബാംഗ്ലൂരും മറ്റേ ആള് എവിടെ പഠിക്കുന്നത്? ഞാൻ ജോധ്പൂർ, ചേച്ചി വർക്ക് ചെയ്യുന്ന ഡൽഹിയിലാണ്. ഇതിൽ ആർക്കെങ്കിലും ഒരു രാഷ്ട്രീയത്തിനോട് ചെറിയ സ്നേഹമുണ്ടോ?
ഇവർക്ക് രണ്ടുപേർക്കും പാർട്ടിയോട് കൂറുണ്ട്, ഉണ്ട്. പാവങ്ങളോട് കൂറുണ്ട്, രാജ്യത്തോട് കൂറുണ്ട്. അത് വേണമെന്ന് നിർബന്ധം എനിക്കുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു അങ്ങനെ ഒരു വെക്കേഷൻ അങ്ങനെ പോകാൻ സമയം കിട്ടിയിട്ടുണ്ടോ? ഒരു സിനിമ ഒരുമിച്ച്? സിനിമ എല്ലാവരും ഇഷ്ടമാണോ കാണാൻ? പിന്നെ എല്ലാവർക്കും ഇഷ്ടം. ആണോ? ഏത് സിനിമ എന്നില്ല, എല്ലാ സിനിമയ്ക്കും പോകുമോ? എനിക്ക് എല്ലാ സിനിമയും വല്ലപ്പോഴും സമയം കിട്ടാറുള്ളു. അപ്പോൾ അന്നുള്ളതിൽ ഏറ്റവും സിനിമ കാണുമ്പോഴത്തേക്കും ഏത് സിനിമയും കാണാൻ ഇഷ്ടമാണ്. അച്ഛനും അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു? അല്ല, ഒരാളാക്കുന്നത് ആ ബന്ധമാണ്. എൻ്റെ കാര്യത്തിൽ ബന്ധമില്ല. അല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒരു ഏറ്റവും ഗംഭീരനായ മനുഷ്യൻ എൻ്റെ അച്ഛനാണ്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞിട്ട് എൻറോൾമെൻറ്റും എല്ലാം കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ എന്ത് വേണം, പാർട്ടി ഹോൾ ടൈമർ ആകണോ അതൊരു വക്കീൽ പണി ചെയ്തുകൊണ്ട് പാർട്ടി പ്രവർത്തനമായിട്ട് തുടരണോ, ഒരു വിഷയം വരുമല്ലോ. അപ്പോൾ അച്ഛനോട് നമ്മോടൊക്കെ പറഞ്ഞപ്പോൾ നീ നിൻ്റെ കാര്യങ്ങളൊക്കെ ഇതുവരെ ചെയ്തിട്ടുള്ളത് നിൻ്റെ സ്വന്തം അഭിപ്രായ പ്രകാരമാണ്, ഇതും സ്വന്തം തീരുമാനം പോലെ ആകട്ടെ എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഞാനന്ന് പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്. ഞാൻ പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചു, NE ബാലറാമനോട്. അപ്പം അദ്ദേഹം പാർട്ടിയുടെ കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് സെക്രട്ടേറിയറ്റ് ചർച്ച എന്നെ അറിയിച്ചു. ഞങ്ങൾ ചർച്ച ചെയ്തു, സഖാവിൻ്റെ കത്ത് ചർച്ച ചെയ്തു. സഖാവ് വക്കീൽ പണിക്ക് പോകേണ്ടതില്ല, പാർട്ടിയുടെ മുഴുവൻ സമയ പ്രവർത്തനം തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് ഒരു കത്ത് എഴുതി അയച്ചു തന്നു. അപ്പോൾ ആ സെക്രട്ടേറിയറ്റിൽ എൻ്റെ അച്ഛനും മെമ്പറാണ്. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞിങ്ങനെ ബാലറാമിൻ്റെ കത്ത് കിട്ടി, അച്ഛനറിയാമല്ലോ അതിൽ ഇത് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു. വായിക്കട്ടെന്ന് പറഞ്ഞു. അവരുടെ അച്ഛനെന്ന് പറഞ്ഞു, ഒരു കാര്യം പറയാനുള്ളത്, പാർട്ടി പ്രവർത്തകനായിട്ട് തുടരാൻ തീരുമാനിക്കുമ്പം ഒന്ന്, ഒരു കാരണവശാലും കയ്യിൽ കറ പുരളാൻ പാടില്ല. രണ്ട്, പാവപ്പെട്ട മനുഷ്യരെ പറ്റി നല്ല കൂറ് വേണം. ഇത് രണ്ടോ പറഞ്ഞു. അമ്മ എങ്ങനെ ആ തീരുമാനത്തോടെ അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു? അമ്മ എല്ലാത്തിൻ്റെയും അമ്മ ഒരുപാട് നന്മകളുടെ എംബഡിമെൻ്റാണ്. ഓമന എന്നാ പേര്. ഓമനത്വമുള്ള ഒരു സ്ത്രീയാണ്. സാറിനുള്ള ചോദ്യം, 3 സ്ത്രീകൾ വീട്ടിലുണ്ട്. ഒരു സ്ഥലത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ സാർ ആദ്യം റെഡി ആവുന്ന ഷുവറായിരിക്കും? ഇല്ല. നല്ല ചോദ്യം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചതിൽ ആരാണ് ആദ്യം വരിക, അല്ലെങ്കിൽ ദേഷ്യം വരും, എന്താ വേഷം കെട്ടി പുറത്തേക്ക് എത്താത്ത എന്നൊരു ഇല്ല. താങ്കളാണ് എപ്പോഴും. ഈ വീട്ടിലൊരു അത്ഭുതമുണ്ട്. ഇവിടെ 3 പെണ്ണുങ്ങളും ഒരാണും. എപ്പോഴും ഷൈലയുടെ അമ്മ പറയും, അമ്മച്ചെന്നാണ് വിളിക്കുന്നത്. ഞാൻ അമ്മച്ചി പറയും, ഇവരെന്നെ എപ്പോഴും ടീസ് ചെയ്യും. അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം എന്നെ കളിയാക്കില്ല. അതൊരു 3 പേരുടെ അതിലൊരു ഏറ്റവും എന്നെ കളിയാക്കുമ്പോഴത്തേക്ക് അമ്മച്ചി പറയും, ആകെ ഒരു ആൺതരി ഉള്ളതാ, അതാണ് നിങ്ങളിങ്ങനെ. അപ്പം അതാണ് എൻ്റെ അവസ്ഥ. പിന്നെ ഇവിടെ ഈ വീട്ടിൽ പൗഡറില്ല. ഇവിടെ ചിലപ്പോൾ ഞങ്ങൾ ചില ബന്ധുക്കളൊക്കെ വരുമ്പോഴത്തേക്കും, ചില സ്ത്രീകളൊക്കെ വരുമ്പോഴത്തേക്കും പൗഡർ ചോദിക്കും. ഇവിടെ പൗഡർ ഇല്ല. അപ്പോൾ അതൊരു വിഷയമായിട്ടുണ്ട്. അപ്പം പൗഡർ പിടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും എപ്പോഴും സാറ് നിങ്ങൾ 3 റെഡി ഞങ്ങൾ 3 പേര് റെഡി ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് പറയും, നിങ്ങൾ വേഗം റെഡി ആവും, നിങ്ങൾ അങ്ങനെയാണെന്ന് ഭയങ്കര ബഹളം വയ്ക്കുക. അപ്പം ഞങ്ങൾ എന്തായാലും അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് റെഡി ആവും. അത് കഴിഞ്ഞു പിന്നെ ഒരു ബാത്റൂമിലൊരു പോക്കുണ്ട്. അപ്പം ഞങ്ങൾ 3 പേര് കൂടെ ഭയങ്കരമായിട്ട് ചീത്ത പറയും. പിന്നെ ആദ്യമൊക്കെ പല ഫിലിമും കണ്ടുള്ള ഇന്റർവ്യൂ. ഫസ്റ്റ് സീൻ കണ്ട എത്ര സിനിമകളുണ്ട്? ആദ്യമൊക്കെ എപ്പോഴും ഇന്റർവ്യൂവിന് ശേഷം ഒരു ദിവസം ഞാൻ ഭയങ്കരമായിട്ട് മുഖം വീർപ്പിച്ചു. ഒരു ദിവസം മുഴുവൻ എനിക്ക് ഭയങ്കര കഴിവാട്ടോ. ഒരു ദിവസം മുഴുവൻ ഞാൻ മുഖം വീർപ്പിച്ച് നടന്നു. അതിനുശേഷം എല്ലാ ഫിലിമും പോകുന്ന ഫിലിമൊക്കെ ആദ്യമേ കാണും. യാത്ര പോകുമ്പോഴത്തേക്കും പാക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഇവർ 3 പേരും പരാജയ. ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ പറഞ്ഞത് ശരിയായില്ല. ആണോ സൂര്യ? അച്ഛനൊന്നും എടുത്തു വെക്കാനില്ലല്ലോ. അതെ, ഒരു തുണി ഷർട്ടല്ലേ ഉള്ളൂ. അതെ, അച്ഛൻ പിന്നെ അച്ഛൻ അങ്ങനെ പൗഡറും വേണ്ട, എന്നും മാറണം തോന്നുന്നില്ല. എന്നും വേഷമൊന്നും മാറണ്ട അച്ഛന്. അതെ, പിന്നെ അച്ഛന് ശീലമായില്ലോ യാത്ര പോയിട്ട്. ഞങ്ങള് പോകുമ്പോൾ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ അച്ഛന് അതിന് വേണ്ടി ഒരു കിറ്റും ഒക്കെ ഉണ്ടോ, ഞങ്ങൾക്ക് ഒന്നും ഇല്ലല്ലോ. അതെ.